മധുരം വെപ്പിന് കുട്ടികളെല്ലാം കൂടെ ചേർന്ന് അവരുടെ ചേച്ചിക്ക് മധുരം കൊടുക്കുന്നതാണ് ഈ വീഡിയോയിലുള്ളത്. എനിക്ക് തോന്നുന്നു കുട്ടികളാണ് ഈ കല്യാണത്തിന് ഏറ്റവും കൂടുതലായിട്ട് എൻജോയ് ചെയ്തത്. ഡാൻസിനായാലും അവരെല്ലാം കൂടെ ഭയങ്കര ഹാപ്പി ആയിട്ടായിരുന്നു പാർട്ടിസിപ്പേറ്റ് ചെയ്തത്. അവരെല്ലാരും കൂടെ ചേർന്ന് എത്രത്തോളം ഭംഗിയായിട്ട് കളിച്ചു എന്നുള്ളതല്ല, അവരെത്രത്തോളം ഭംഗിയായിട്ട് അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തു എന്നുള്ളതാണ് വലിയ സന്തോഷം. എൻഗേജ്മെന്റിന്റെ തലേന്നുള്ള രാത്രിയിൽ ആകെ 1-2 മണിക്കൂർ മാത്രമാണ് അവർക്ക് ഡാൻസ് പഠിക്കാനുള്ള ടൈം കിട്ടിയത്. എൻഗേജ്മെന്റിന് അവരെല്ലാം കൂടി ചേർന്ന് ഡാൻസ് കളിച്ചതിന്റെ വീഡിയോസും ഒക്കെ ഞാൻ എന്റെ ചാനലിൽ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അവര് കളിച്ചത് മാത്രമല്ല, ഞങ്ങൾ കളിച്ച ഡാൻസിന്റെ വീഡിയോസും ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഞങ്ങളുടേത് പിന്നെ കോമഡി തന്നെയായിരുന്നു. ഞാനും ചേച്ചിയും അറ്റ്ലീസ്റ്റ് കുറച്ചെങ്കിലും ഒന്ന് പ്രാക്ടീസ് ചെയ്തു. ഞങ്ങളുടെ കൂടെ കയറി നിന്ന് കളിച്ച ജെസ്സി ചേച്ചി ഒരു പ്രാവശ്യം പോലും ഒന്ന് പ്രാക്ടീസ് ചെയ്യാതെ ഡയറക്റ്റ് സ്റ്റേജിൽ കയറി നിന്ന് കളിക്കുകയായിരുന്നു. കളിച്ചത് മാത്രമല്ല, ആ കാണിച്ചൊരു ധൈര്യത്തെ പുള്ളിക്കാരത്തെ അപ്രീഷിയേറ്റ് ചെയ്യാതിരിക്കാനും കഴിയത്തില്ല. പിന്നെ ഇതൊക്കെ ഒരു രസം തന്നെയല്ലേ, നമ്മുടെ വീട്ടിലെ നമ്മുടെ കൊച്ചിന്റെ കല്യാണം. അങ്ങനെ നമ്മുടെ കുട്ടീസുകളെല്ലാം ചേർന്ന് മധുരം എല്ലാം കൊടുത്തു. കുടുംബത്തിലെ ഇളയ പുത്രി ആയതിന്റെ ട്രോളുകളാണ് ഞാൻ ഈ ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുന്നത്. അക്ഷാഭ്യാസം ഇല്ലാത്ത ശരിക്കും എന്തോ ചെയ്യും? ഡാൻസ് കളിക്കാം, പാട്ട് പാടാം, ചേച്ചിയെ പറ്റി വേണമെങ്കിൽ 2 വാക്ക് സംസാരിക്കാം. മെർവിൻ മോന് നല്ല സൂപ്പർ ആയിട്ട് പാട്ട് പാടുന്നുണ്ട്. കിച്ചണില് അപ്പം ചുട്ടോണ്ടിരിക്കുകയായിരുന്നു ഞാന്. പാട്ട് കേട്ട് ഓടി വന്നിട്ട് എന്റെ ആ ഒരു സെറ്റ് അപ്പവും ഇവൻ കാരണം കഴിഞ്ഞുപോയി. അങ്ങനെ മധുരമേപ്പിന്റെ ചടങ്ങുകളൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ടേബിളിൽ നീളത്തിലുള്ള ഒരു കേക്ക് എത്തി. ഞങ്ങൾ കുറച്ചു പേർക്ക് മാത്രമേ അറിയത്തുള്ളൂ ഇനി അടുത്ത സംഭവം എന്താണെന്നുള്ളത്. അതും ഒരു സർപ്രൈസ് ആയിരുന്നു. സ്വർണത്തിനെ വിളിച്ചുകൊണ്ട് പോയി അടുത്തൊരു ഡ്രസ്സ് ഇടിയിച്ചിട്ടുണ്ട്. അവളും ആകെ ഞെട്ടിയിരിക്കുകയാണ്. അടുത്ത പരിപാടി എന്താണെന്നുള്ളത് ഒന്ന് വെയിറ്റ് ചെയ്തിരുന്ന് എന്റെ അടുത്ത വീഡിയോയിൽ കാണാം.